ഇതാണ് സർക്കാർ. കൈയടിക്കണം മഹാരാഷ്ട്ര സർക്കാരിന്. അർണബ് ഗോസ്വാമി എന്ന അമിത്ഷായുടെ പൊന്നോമന പുത്രന് ശക്തമായ മറുപടി നൽകിയ മഹാരാഷ്ട്ര സർക്കാർ എല്ലാവർക്കുമുള്ള ഒരു വലിയ പാഠമാണ്. മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെയും NCPയുടെയും ശിവസേനയുടെയും നേതാക്കന്മാരെ പരസ്യമായി വെല്ലുവിളിക്കുകയും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഉദ്ധവിനെയും സഞ്ജയ് റാവത്തിനെയും വളരെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്ത അർണബിന്റെ ചെവി പിടിച്ച് അറസ്റ്റ് ചെയ്ത് മുംബൈ പോലീസ് ധീരത കാണിക്കുമ്പോൾ അത് മഹാരാഷ്ട്ര സർക്കാരിന്റെ ചങ്കുറപ്പ് തന്നെയാണ്. പറഞ്ഞു വരുന്നത്, ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ അർണബിന്റെ ഖേദകരമായ മുഖത്തെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നുള്ളത്. അതായത് അർണബ് പോലീസിന്റെ വാഹനത്തിൽ നിന്നുകൊണ്ട് പറയുന്നു, എന്നെ രക്ഷിക്കൂ, എന്നെ തല്ലിക്കൊല്ലുന്നു, എന്നെ ഓരോ ദിവസവും അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അർണബ് ആ വാഹനത്തിലൂടെ കടന്നു പോകുന്നുള്ളത്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുള്ളത്. അതായത് പ്രതീഷ് വിശ്വനാഥിനെ പോലെയുള്ള, ശശികലയെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഇവിടെ, അതായത് മതേതരത്വത്തിന്റെ ബാങ്കായിട്ടുള്ള നമ്മുടെ കൊച്ചു കേരളത്തിൽ വളരെ സുഗമമായി ജീവിച്ചു പോകുമ്പോൾ പ്രതീഷ് വിശ്വനാഥ് ആയുധങ്ങളുടെ ചിത്രങ്ങൾ പങ്കുവച്ചിട്ട് തുറന്നു പറയുന്നുണ്ട്, എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യും എന്ന്. ആയുധങ്ങളുടെ ചിത്രങ്ങൾ പങ്കുവെച്ച സമയത്ത് കേരള പോലീസിനോട് ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ കേരള പോലീസ് പറഞ്ഞത് നമ്മുടെ ആള് സ്ഥലത്തില്ല എന്നുള്ളതാണ്. ഇങ്ങനെയല്ല മുംബൈ പോലീസ് ചെയ്തത്. കൃത്യം 8 മണിക്ക് അർണബിനോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ വേണ്ടി പറഞ്ഞു. 8 മണിയായിട്ടും അർണബ് ഹാജരാവാത്ത സമയത്ത് ഗേറ്റ് തള്ളി തുറന്ന് വീടിനകത്ത് കയറിയിട്ട് ചെവി പിടിച്ച് വാഹനത്തിൽ കയറ്റുകയായിരുന്നു മുംബൈ പോലീസ്. യഥാർത്ഥത്തിൽ ഈ മാധ്യമ ഭീകരന് ലഭിക്കേണ്ട ഏറ്റവും വലിയ ശിക്ഷ തന്നെ മഹാരാഷ്ട്ര സർക്കാർ നൽകി എന്നുള്ളതാണ്. അത് ഇടതുപക്ഷ സർക്കാരിനും അതുപോലെ തന്നെ മാറിവരുന്ന വലതുപക്ഷ സർക്കാരിനും കണ്ടുപഠിക്കേണ്ട കാര്യം തന്നെയാണ്. ഒപ്പം എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, പലരെയും ജയിലിലേക്ക് തള്ളിവിടാൻ കാരണക്കാരനായിട്ടുള്ള അർണബ് ജയിലിന്റെ സുഖം പഠിച്ചു എന്നുള്ളതാണ്. ജയിലിനകത്തുള്ള വേദന തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും മുംബൈ പോലീസിന്റെയും മഹാരാഷ്ട്ര സർക്കാരിന്റെയും ഈ ധീരമായ നിലപാട് അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട നിലപാട് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. മമ്മാസ് ഡിഷ് വാഷ് ലിക്വിഡ് ഉള്ളപ്പോ കുറച്ച് ചാടയൊക്കെ ആവാടോ. മമ്മാസ് ഡിഷ് വാഷ് ലിക്വിഡ്, സോഫ്റ്റ് ഓൺ ഹാൻഡ്സ്.